ഗുഡ് മോർണിംഗ്. ഇത് തേഴ്സ്ഡേ മോർണിംഗ് ആണ്. രാവിലെ കുറച്ച് താമസിച്ചാണ് എഴുന്നേറ്റത്. രാത്രിയിൽ കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പത്തിന് അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഏട്ടനുള്ള ഗ്രീൻ ടീ ഇട്ട് അടച്ചങ്ങ് വെച്ചു. കുടിക്കണമെങ്കിൽ കുറച്ച് താമസം എടുക്കും, അതുകൊണ്ട് അടച്ചങ്ങ് വെച്ചിരുന്നതാണ്. പിന്നെ എനിക്ക് ചായ ഇല്ലാതെ പറ്റത്തില്ലാത്തത് കൊണ്ട് ഞാൻ ഇഞ്ചിയിട്ട് ഒരു സ്ട്രോങ് ചായ എടുത്തു. അതിലേക്ക് തന്നെ മുട്ടയും പുഴുങ്ങാനങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 5 മിനിറ്റ് സമാധാനമായിട്ട് ചായ കുടിക്കാൻ വേണ്ടി എടുത്തു. കടലക്കറി വയ്ക്കുമ്പോഴേ ഞാൻ സവാളയും തക്കാളിയും കൂടെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ട് കടലയുടെ കൂടെ തന്നെ ഇട്ട് വേവിക്കുകയാണ്. വഴറ്റിയിട്ട് അതിനകത്തിലോട്ട് കടല വേവിച്ചതിടുമല്ല, ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പം നമ്മൾ ഗ്രേവി നല്ല കുറുകിയൊരു പാകത്തിന് കിട്ടും, തേങ്ങയൊന്നും അരയ്ക്കാതെ തന്നെ. അപ്പത്തിന് മാവ് കുറച്ച് ലേറ്റായിട്ടായിരുന്നു അരച്ച് വെച്ചത്, അതുകൊണ്ട് ഞാൻ മാവ് അരച്ചപ്പോൾ തന്നെ കുറച്ച് ഈസ്റ്റും കൂടി ഇട്ടിട്ടാണ് വെച്ചിരുന്നത്. രാവിലെ ആകുമ്പോൾ ഒത്തിരി പുളിയാവത്തില്ലല്ലോ. ആവശ്യത്തിനുള്ള മാവ് ഉപ്പിട്ട് മാറ്റി വെച്ചിട്ട് തമ്പുരുന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഇഡലിയുടെ തട്ടിലേക്ക് ഒരു 3-4 ഉണ്ടാക്കിയെടുത്തു. അത് വെള്ളം നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് ഇഡലിത്തട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തത്. ഒരടുപ്പിലോട്ട് ദോശക്കല്ലും വെച്ച് കൊടുത്തു. പിന്നെ ഇപ്പുറത്തോട്ട് നമ്മുടെ കടലയ്ക്ക് കടുക് താളിക്കാനുള്ള ചട്ടിയും വെച്ച് കൊടുത്തു. ഒരുപിടി തേങ്ങാക്കൊത്തും ആവശ്യത്തിന് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മുടെ കടല ഇട്ട് കൊടുത്തു, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഇളക്കി കുറുക്കിയെടുത്തു. ഏട്ടന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 3-4 അപ്പം എടുത്തു. തമ്പുരുവിന് പിന്നെ അപ്പത്തിൻ്റെ മാവ് കൊണ്ട് തന്നെ ഇഡലി പോലെ ഉണ്ടാക്കിയത് എടുത്തു. 2 പേർക്ക് 2 പാത്രത്തിലോട്ട് കടലക്കറി എടുത്തു. തമ്പുരുവിന് കടല ഇഷ്ടമായതുകൊണ്ട് ഗ്രേവി കുറച്ചിട്ട് കടല മാത്രം കൂടുതലെടുത്തു. കുഞ്ഞിന് സ്നാക്സിന് 2 കേക്കും പിന്നെ ഒരു ഉണ്ണിയപ്പവും കൂടെ വെച്ച് കൊടുത്തു. ഏട്ടന് കടലക്കറി കൂടാതെ ഒരു മുട്ട പുഴുങ്ങിയതും കുറച്ച് കുക്കുംബർ കട്ട് ചെയ്തതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 11 മണിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്തതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ സ്നാക്സും ലഞ്ചും.